സുഹൃത്തുക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് കർമ്മ റോഡിലോട്ടാ. കർമ്മ റോഡിലോട്ട് വെറുതെ പോകല. അപ്പൊ ഓണം ഫെസ്റ്റ് നടക്കണ്ടേ. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം, കയറാം, ആസ്വദിക്കാം എന്ന ഒരൊറ്റ തീരുമാനത്തോടു കൂടി ഫാമിലിയുമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് പുറപ്പെടുന്നത്. ഓക്കെ, ഞങ്ങൾ കർമ്മയിൽ എത്തിയ സമയം എന്ന് പറയുന്നത് 4 മണി. ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് ഓണം ഫെസ്റ്റ് കാണാൻ ഇറങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചായ കുടിച്ച് നേരെ ഓണം ഫെസ്റ്റിലോട്ടാണ് പോയത്. അവിടെ ആണെങ്കിൽ ഒരുപാട് ഐറ്റം റൈഡുകളുണ്ട്. അതേപോലെ കുട്ടികൾക്കടിക്കുള്ള ടോയ് ട്രെയിന്, യന്ത്ര ഊഞ്ഞാല്, അതുപോലെ ആടാനുള്ള തോണി പോലത്തെ ഊഞ്ഞാലുകള്, ഒരു 10-20 തരം റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓണം ഫെസ്റ്റില് കർമ്മ റൂട്ടില്. അതിൽ ഒരുപാട് എണ്ണത്തിലൊക്കെ മക്കൾ കയറി. അതുപോലെ തന്നെ അതിൽ മെയിൻ ഹൈലൈറ്റ് ആണ് മരണക്കിണറാട്ടോ. ഒരുപാട് ആളുകൾ, 150 രൂപയാണ് അതിന്റെ ടിക്കറ്റിന്റെ റേറ്റ് അവരിട്ടുള്ളത്. ഇത് ഒരു പുതുതായിട്ട് കാണുന്ന റൈഡാട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിലൊന്നും. എന്തായാലും കുറെ ഭാഗങ്ങളിൽ ഞങ്ങള് യന്ത്രഊഞ്ഞാലായാലും എല്ലാ റൈഡുകളിലും ഒന്ന് കയറി. ഒരു 600 രൂപ 700 രൂപ നമുക്ക് എല്ലാ റൈഡിലും കൂടി കയറി. ചെറിയ മക്കളെ ചെറിയ ഊഞ്ഞാലുകളിലും മാറ്റി ഞങ്ങൾ വേഗം 3D ആനിമേഷൻ കാണാൻ വേണ്ടി അതിനുള്ളിലോട്ട് കയറി. ഓ, അത് സഹിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഇങ്ങനെ നിരനിരായിട്ട് നിൽക്കില്ലേ. ചോക്ലേറ്റ് ആണ് അവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊട്ടാറ്റോന്റെ ഒരു ചിപ്സ് അല്ല, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തരുന്ന ഒരു സംഭവം, അതൊന്ന് ട്രൈ ചെയ്തിട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെ. സാധാരണ ഉണ്ടാക്കണക്കായാലും ഒരു വെറൈറ്റി തോന്നി നമുക്ക്. അത് എന്തായാലും ഒരു പീസ് വാങ്ങാമെന്ന് പറഞ്ഞ് അയാളോട് ഓർഡർ ചെയ്ത്, നല്ല ഭയങ്കര സ്പൈസി അല്ല എന്നാലും ഒരു മസാലയൊക്കെ ചെയ്ത് അവർ എണ്ണയിലോട്ടിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ, അത്രയും തിളച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് റെഡിയായി. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റാളിൽ കയറിയപ്പോൾ കൂട്ടിൻ്റെ ഒരുപാട് അച്ചാറുകൾ, അതുപോലെ ബുക്ക് സ്റ്റാള്. ബുക്ക് നമുക്ക് അത്ര ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ എണ്ണ, തലയിൽ തേക്കാനുള്ള എണ്ണകള്. അതിൽ വേറെ ഹൈലൈറ്റ് ആണ് രുചിക്കൂട്ടിൻ്റെ ഒരു ബീഫ് പുട്ട് ദോശ എന്നുള്ളൊരു സ്റ്റാളുണ്ട് കേട്ടോ അവിടെ. പിന്നെ കുഞ്ഞാക്കാൻ്റെ തട്ടുകട. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഓണം ഫെസ്റ്റിലോട്ട് തന്നെ വന്നത്. വൈകുന്നേര സമയം ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ കാണാൻ ഓണം ഫെസ്റ്റ്. അത് ദൂരെ നിന്ന് കാണാൻ നല്ല ക്ലിയറായിട്ടില്ല. അതിൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചമ്രവട്ടം പാലത്തിൻ്റെ അപ്പുറം ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഫുഡിൻ്റെ ഒരു കോർണറാണ് അവിടെ. അവിടെ ഞങ്ങൾ നേരെ ഫുഡീസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി ഓർഡർ ചെയ്തിട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അധികമൊന്നും കഴിച്ചില്ല. ഞങ്ങൾ കിഴിപ്പൊറാട്ടാണ് ഓർഡർ ചെയ്തത്. ഒരു ചിക്കനും ഒരു ബീഫും. ഞാൻ 2 ദോശ എടുത്ത് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം ടൈമിൽ മക്കൾക്ക് ഓരോ കിഴിപ്പൊറാട്ട ചിക്കനും ബീഫും പറഞ്ഞു. അത് എത്തിക്കഴിഞ്ഞ് ബീഫാണ് ഞങ്ങൾ ആദ്യം അഴിച്ചത് കേട്ടോ. നല്ല വാഴയിലൊക്കെ ആയിട്ട് അതിൻ്റെ അഴിക്കുമ്പോൾ വാഴയിലടി, അതുപോലെ തന്നെ ആ ബീഫിൻ്റെ പൊറോട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ഉണ്ടാക്കണ പൊറോട്ട ഉണ്ടാവും. നല്ല അടിച്ച പൊറോട്ടയിൽ അവർ കറി ഒഴിച്ച് തരികയാണ്. നല്ല ക്വാണ്ടിറ്റി കിട്ടും നമുക്ക് 2 പൊറോട്ടയിലാണെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ്റെ ഒന്ന് അഴിച്ച് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിക്കനാണല്ലേ, നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലോട്ട് പോന്നു കേട്ടോ.